Good morning. ഷെയർ ചെയ്തിട്ടായിരുന്നു കേട്ടോ. അതാണ് ഒരു മിനിറ്റ് വൈകിയത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു എടുത്തത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ഏതൊക്കെ പൊസിഷനിൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർവഹിക്കാം, അവിടെ ആ ഒരു കുറച്ച് പോയിന്റ്സുകളല്ലേ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇവിടെ വരെ അല്ലേ? ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്. അപ്പൊ ഏതൊക്കെ അതിനകത്ത് രണ്ട് പോയിന്റ്സ് നമ്മൾ നോക്കണം. അതിനകത്ത് നമുക്ക് ഏതൊക്കെ പൊസിഷനിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. പിന്നെ അടുത്തത് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്. സിഇഒ, സിഒഒ, സിഎഫ്ഒ. അതിന്റെ മൂന്നിന്റെ എക്സ്പാൻഡഡ് ഫോം കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ഫങ്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും വേറെ രീതിയിലൊക്കെ പറയുന്നേന്നുള്ളൂ കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രവർത്തനങ്ങള് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ജസ്റ്റ് ഇത് ബൈഹാർട്ട് ചെയ്യണ്ട, ഇതുപോലെ നമ്മളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണ ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അറിയാവുന്ന രീതിയിൽ ഒന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് നോക്കിയേ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ നോക്കിയേ, ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനിലുള്ള ജീവനക്കാരെ, അവിടുത്തെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ആർട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞത് അല്ലെ? മാനവ വിഭവശേഷി, അതായത് അവിടുത്തെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ മാനേജ് ചെയ്യാണ് അല്ലെ? അത് ഓരോ ഒരു ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെയോ പ്രവർത്തനങ്ങള് പ്ലാൻ ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അതിനെ ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക അല്ലെ? അങ്ങനെ ആ ഹ്യൂമനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ, അവിടുത്തെ നമുക്ക് ആ സ്റ്റാഫുകളെയൊക്കെ അല്ലെങ്കിൽ എംപ്ലോയീസിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് കേട്ടോ, ഡീറ്റെയിൽ ഒന്നും വേണ്ട. ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. രണ്ടാമത്തെയാണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫങ്ഷൻ. ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, PR പബ്ലിക് റിലേഷൻ, PRO ഒക്കെ ഇല്ലേ ഹോസ്പിറ്റലില്? പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങള് അല്ലെ? പബ്ലിക്കുമായിട്ട് പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങള് നടത്തുക. നെക്സ്റ്റ് നോക്കിയേ, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോ കേട്ടോ. അത് വേണമെങ്കിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഷോർട്ട് ചെയ്ത് പറയാം. ഫസ്റ്റത്തേൽ എന്താ? ഫോർമുലേഷൻ. ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? രൂപപ്പെടുത്തുക. ഫോർമുലേറ്റ്, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് അല്ലെ? പോളിസികള് രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നടപ്പിലാക്കുക, നടപ്പിലാക്കുകയും ചെയ്യുക. ആരുടെ പ്രവർത്തനമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. ആ ഹോസ്പിറ്റലിലെ പോളിസികള് അല്ലെ അത് രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. അത് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് പറയാം കേട്ടോ. അടുത്തത് നോക്കിയേ, അടുത്തൊരു കുഞ്ഞു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോസ്, റൂൾസ്. ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കി, അവിടെ റൂൾസ് എന്നാണോ നോക്കിയേ? RULES, റൂൾസ്. കമ്പനിയുടെ റൂൾസ്, നിയമങ്ങൾ. റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. കണ്ടോ? ഹോസ്പിറ്റലിലെ ആ ഒരു പോളിസികള് രൂപീകരിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അടുത്തെന്താ? എൻഷുർ. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഉറപ്പുവരുത്തുക. കംപ്ലൈൻസ്, കംപ്ലൈൻസ് അതെ പാലിക്കല്. അതായത് ഹോസ്പിറ്റലിലെ ലോസുകള്, നിയമങ്ങള്, അവിടുത്തെ റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ എത്തിക്സ്, ഇതെല്ലാം പാലിക്കുന്നുണ്ട്, ആ ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് ആയിട്ട് നോക്കിയേ, ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. എളുപ്പത്തിനാട്ടോ ഷോർട്ട് ചെയ്ത് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഒറ്റ പോയിന്റ്സിൽ തന്നെ കൊടുത്തേക്കാണ്. അടുത്തത് എന്താ? ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക, ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക.
നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. who act as a legal representative of hospital. ആരാണ് ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. act as a legal representative of the hospital. ഹോസ്പിറ്റലിലെ ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നവരായിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, the hospital administrator is accountable. accountable എന്ന് വെച്ചാൽ എന്താ? ഉത്തരവാദിത്തം. Hospital administrator is accountable to make sure that the hospital is abiding എന്ന് വെച്ചാൽ പാലിക്കുക by government rules and whether all the statutory needs are met. Statutory എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഹോസ്പിറ്റലിലെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ ഗവൺമെന്റ് റൂള്, സർക്കാർ നിയമങ്ങളും ഒക്കെ ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അതിനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. കണ്ടോ, ഹോസ്പിറ്റലിലെ ആ ഗവൺമെന്റ് റൂൾസ് അബൈഡ് ചെയ്യുക, എന്താ? പാലിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ അതൊക്കെ ഉറപ്പാക്കുന്നുണ്ട്, ഹോസ്പിറ്റല് അത് പാലിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. അപ്പൊ അതിനകത്ത് 4 പോയിന്റ്സ് ആയിട്ട് നമ്മളത് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? അവിടെ പോളിസികള് ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലിലെ നിയമങ്ങള്, റൂൾസ്, റെഗുലേഷൻ, നിയന്ത്രണങ്ങള്, എത്തിക്സ് ഇതൊക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഹോസ്പിറ്റലിലെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക, ഹോസ്പിറ്റലിലെ ഒരു നിയമപരമായിട്ടുള്ള പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിലെ ഗവൺമെന്റ് റൂൾസുകള് അല്ലെ, പിന്നെ അതുപോലെ തന്നെ അവരുടെ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങള് ഇതെല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, has the responsibility to supervise all the activities in the hospital. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ സെന്റൻസ്. അതായത് ഹോസ്പിറ്റലിലെ നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഓവറോൾ മാനേജ്മെന്റ് അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തിനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അവർക്കുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ടു സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും, ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് അതിനൊരു മേൽനോട്ടം. കേട്ടോ, ഓവറോൾ ആണ്, മൊത്തത്തിൽ എല്ലായിടത്തും കണ്ടെത്തണം അദ്ദേഹത്തിന്റെ. ഒരു കാര്യം ഒരു സെക്ഷനിൽ മാത്രം നോക്കിയാൽ പോരാ. അതായത് ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട്. ക്ലിയർ ആയോ? ഓവറോൾ മാനേജ്മെന്റ്. അതിന്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് നോക്കിയാൽ, ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ സ്റ്റാഫ് ആർ അവെയർ ഓഫ് ഹോസ്പിറ്റൽ വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൗത്യം. ഹോസ്പിറ്റലിന്റെ മിഷൻ, അവർക്കുടെ ദൗത്യം. വിഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ അല്ലെ, കാഴ്ചപ്പാട്. ഹോസ്പിറ്റലിന്റെ ഒരു കാഴ്ചപ്പാട്. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ഷുഡ് മേക്ക് ഷുവർ ദാറ്റ്, ഇത് ഉറപ്പുവരുത്തണം എല്ലാ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ ദൗത്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും ലക്ഷ്യങ്ങളെ കുറിച്ചും അവർക്ക് അവയർനെസ്, അവർക്ക് അവബോധമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആർക്കുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുടെ ഉത്തരവാദിത്തമാണ്. അതായത് എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കണം.
അല്ലെ അവര് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ആ ഹോസ്പിറ്റലിലുള്ള ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അവര് അങ്ങനെ അവയർനെസ്, അവര് അവബോധമുണ്ട് എന്ന്, അവർക്ക് അതിനെക്കുറിച്ച് അവബോധമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയ പ്രോഗ്രാംസുകൾ, കാര്യങ്ങള് അല്ലെ, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫും ഹോസ്പിറ്റലിലെ ദൗത്യങ്ങളെ കുറിച്ച്, കാഴ്ചപ്പാടുകളെ കുറിച്ച്, ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് ഒരു അവബോധമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഉത്തരവാദിത്തമാണ്. Next point, carry out all the management decision in the hospital. ഇനി മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളില്ലേ, അവരെടുക്കുന്ന ഡിസിഷൻ, തീരുമാനങ്ങള് ഹോസ്പിറ്റലില് നടപ്പിലാക്കുക. ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ എന്താ, നടപ്പിലാക്കുക. ക്യാരി ഔട്ട്, നടപ്പിലാക്കുക. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടമാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലില് നടത്തുന്ന എല്ലാ ഡിസിഷനും, ഹോസ്പിറ്റലിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കേണ്ടത് അതായത് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനം കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുക്കുന്ന ആ തീരുമാനം നടപ്പിലാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും ഹോസ്പിറ്റല് നടത്തുക. ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, മാപ്പ് ഔട്ട് മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. മാപ്പ് ഔട്ട്, മാപ്പ് ഔട്ട് എന്ന് വെച്ചാൽ എന്താ, ഫോർമുലേറ്റ് എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. രൂപപ്പെടുത്തുക. അറിയില്ലാത്തവർ അതിന്റെ ഒരു വേറൊരു മീനിങ് വേർഡ് അവിടെ കൊടുത്തുള്ളൂ, കൺഫ്യൂഷൻ വേണ്ട. ഫോർമുലേറ്റ് അല്ലെങ്കിൽ രൂപപ്പെടുത്തുക. എന്താണ്, മേജർ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയർ. കണ്ടോ, ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട നിയമങ്ങള്, നിയന്ത്രണങ്ങള്, അവിടുത്തെ നടപടിക്രമങ്ങള്, ഇതെല്ലാം എന്ത് ചെയ്യുക, രൂപപ്പെടുത്തുക. ആൻഡ് എൻഷുർ ദെയർ ഇംപ്ലിമെന്റേഷൻ. എന്താ, അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ, ഹോസ്പിറ്റലില് അത് ഇംപ്ലിമെന്റ് ചെയ്യുക, ആ ഇംപ്ലിമെന്റേഷൻ ഉറപ്പുവരുത്തുക. അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക അല്ലെ, അത് ഉറപ്പുവരുത്തുക. അത് നടപ്പിലാക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് റൂൾസ് ഫോർമുലേറ്റഡ് ആർ ഇൻ വിത്ത് ദ ഹോസ്പിറ്റൽ പോളിസി. കേട്ടോ, അടുത്ത നോക്കിയേ, നമുക്ക് ഇഷ്ടമുള്ള റൂൾസ് നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലേ. അത് എന്തിനനുസരിച്ചായിരിക്കണം, എന്തിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം ആ റൂൾസ് എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ പോളിസീസിന്റെ ഉള്ളിലുള്ളതായിരിക്കണം. കണ്ടോ, എല്ലാ ഹോസ്പിറ്റലിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നടപ്പിലാക്കുകയും ചെയ്യുക. അത് അവര് ഫോർമുലേറ്റ് ചെയ്യുന്ന റൂൾസ്, അവര് അത് രൂപപ്പെടുത്തുന്ന റൂൾസ് എന്തിന്റെ ഉള്ളിലായിരിക്കണം, ഹോസ്പിറ്റൽ പോളിസീസിന്റെ ഉള്ളിലായിരിക്കണം, ഹോസ്പിറ്റലിലെ നയങ്ങളിൽ ഉള്ളതായിരിക്കണം, ഹോസ്പിറ്റൽ പോളിസിയില് ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസീസിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ, ഇറ്റ് is accountable for good employer-employee relation. Employer ആരാണ്? This employer, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കേട്ടോ. എംപ്ലോയർ ആരാണ്? തൊഴിലുടമ അല്ലേ. എംപ്ലോയർ, എംപ്ലോയി ആരാണ്? എംപ്ലോയി ആരാണ്? തൊഴിലാളി. രണ്ട് വേർഡ്സുകളോ ഒന്ന് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? എംപ്ലോയർ, എംപ്ലോയി. അപ്പോ ആ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻ അത് എങ്ങനെയുള്ളതാ? ഗുഡ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ അല്ലെ. നല്ലൊരു ബന്ധം വേണം. ഇപ്പൊ ഹോസ്പിറ്റലില് അവിടുത്തെ ആ എംപ്ലോയറും എംപ്ലോയീസും തമ്മില് എന്ത് വേണം? നല്ലൊരു റിലേഷൻഷിപ്പ് വേണ്ടേ അല്ലെ? നല്ലൊരു റിലേഷൻ, അതിനുള്ള ഉത്തരവാദിത്വവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. നല്ല എംപ്ലോയർ എംപ്ലോയർ റിലേഷൻ, അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. നെക്സ്റ്റ് നോക്കിയ, വർക്ക് attentively with the other executives in the hospital like a medical superintendent, nursing superintendent.
മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയ ഹോസ്പിറ്റലിലുള്ള മറ്റു എക്സിക്യൂട്ടീവ്സ് അല്ലെ, എക്സിക്യൂട്ടീവ്സുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം? വർക്ക് അറ്റൻറ്റീവ്ലി. എങ്ങനെയാണ് പ്രവർത്തിക്കുക? ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രവർത്തിക്കുക. ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ഏതൊക്കെ അതർ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് പോലുള്ള മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക അല്ലെ. എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. അതുപോലെ അവരോടൊപ്പം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും കോപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. നെക്സ്റ്റ് പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. പിന്നെ എന്താ? നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം? അഡ്മിനിസ്ട്രേറ്റർമാര് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്മൂത്ത് ആയിട്ട്, സുഗമമായിട്ട്, എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമമായി. എങ്ങനെയാണ്? സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടും ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരുടെയാണ് ഉത്തരവാദിത്തമാണ്? ആരുടെ പ്രവർത്തനമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ പ്രവർത്തനമാണ്. കണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെയാ ആ ഒരു റെസ്പോൺസിബിലിറ്റി. ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലും കാര്യക്ഷമമായും നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, ആക്ട് ആസ് എ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഹോസ്പിറ്റൽ. കണ്ടോ ആരായിട്ട് പ്രവർത്തിക്കണം? ഒരു ഹോസ്പിറ്റലിന്റെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അവർക്ക് ആ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ, മീറ്റിംഗ് കാര്യങ്ങളിലൊക്കെ ആ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്ത് അവർക്ക് നിൽക്കാം. ആ ഒരു പൊസിഷൻ ഉണ്ട് അവർക്ക്. കണ്ടോ? ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ് നോക്കിയേ, സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. കണ്ടോ ഗവേണിംഗ് ബോഡി നമ്മുടെ മുന്നിലുള്ള ഭരണസമിതി അല്ലെ, ഉയർന്ന ഭരണസമിതിക്ക് വാർഷിക റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. എല്ലാ വർഷാവസാനവും ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഇൻകം, അവിടുത്തെ ചെലവുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസുള്ള കാര്യങ്ങൾ എല്ലാരും അല്ലെ ഒരു ആനുവൽ റിപ്പോർട്ട് അവരുടെ ഭരണസമിതിക്ക് കൊടുക്കേണ്ടതും ഈ സബ്മിറ്റ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. എന്താ പറഞ്ഞ? ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ആനുവൽ ബഡ്ജറ്റ് ഡിവൈസിംഗ് എന്ന് വെച്ചാൽ അത് ഒരു സംഭാവന എന്താ പറയാ, ആനുവൽ ബഡ്ജറ്റുകൾ നൽകുക എന്നുള്ളത് കേട്ടോ. ആനുവൽ ബഡ്ജറ്റുകള്, പിന്നെ അതുപോലെ തന്നെ ഡൊണേറ്റ് ആനുവൽ ബഡ്ജറ്റുകള്, ആ ഒരു ആനുവൽ ബഡ്ജറ്റ് രൂപപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യുക? സംഭാവന നൽകുക, ഡൊണേറ്റ് ചെയ്യുന്നത്. ഡിവൈസിംഗ് എന്ന് വെച്ചാൽ ഫോർമുലേറ്റ് തന്നെ ഒരു മീനിങ് ആണ് കേട്ടോ. രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഡിവൈസിംഗ്. ആനുവൽ ബഡ്ജറ്റുകൾ എന്ത് ചെയ്യുക? അത് രൂപപ്പെടുത്തുന്നതിനുള്ള, അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്യുന്നതിനുള്ള സംഭാവനകൾ നൽകുക. ആനുവൽ ബഡ്ജറ്റ്, ആനുവൽ റിപ്പോർട്ടും ആനുവൽ ബഡ്ജറ്റും രണ്ട് പോയിന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആനുവൽ റിപ്പോർട്ടുകൾ ഗവൺമെന്റ് ബോഡിക്ക് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ആനുവൽ ബഡ്ജറ്റുകളും തയ്യാറാക്കുന്നതിനും ഒരു കോൺട്രിബ്യൂഷൻ വേണം, സംഭാവന വേണം. ഇത് ഇത്രയും പോയിന്റ്സുകൾ ഉണ്ട്. ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഫലപ്രദമായിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് എന്തൊക്കെ കഴിവുകൾ വേണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു പൊസിഷനിൽ ഒരാള് നിൽക്കുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ കഴിവുകൾ വേണം? എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്? ഫസ്റ്റ് നോക്കിയേ, മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. എന്ത് വേണം? കോമ്പിറ്റൻസ്, വർക്കില് കഴിവ് വേണം അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഡീല് ചെയ്യണ്ടേ? ഓവറോൾ മാനേജ്മെന്റ് ആണ് നമ്മൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ
ജോബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഒരു വർക്കിന് അവർക്ക് എന്ത് വേണം? കഴിവ് വേണം. അത് കഴിവ് കാണിക്കണം. ഒരു ഇതുമില്ലാത്ത എന്താ വളരെ സൈലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരാളെ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് നിർത്താൻ പറ്റില്ല അല്ലെ. അതാണ് ആ ഒരു വർക്കിന് എന്ത് വേണം? കഴിവ് കാണിക്കണം. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻ, സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം അല്ലെ. ആ ഹോസ്പിറ്റലിന് പല പ്രശ്നങ്ങളും വരാം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പല പ്രശ്നങ്ങളും വരാം, അവർക്ക് പല ആവശ്യങ്ങളും വരാം. അതിനോടൊക്കെ എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി സെൻസിറ്റീവ്. സെൻസിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? അതിനോട് പ്രതികരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനായിട്ട് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം അവിടെ അല്ലെ. അല്ലെങ്കിൽ ആ സ്റ്റാഫിന് അല്ലെങ്കിൽ ഓർഗനൈസേഷന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി അതിനോട് പ്രതികരിക്കണം. അതാണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞ കേട്ടോ. അല്ലാതെ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതിനോട് റെസ്പോണ്ട് ചെയ്യണം. സെൻസിറ്റീവ്. പെട്ടെന്ന് തന്നെ അത് എന്താണ് വേണ്ടത് ഉടനടി അത് മനസ്സിലാക്കിയിട്ട് എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. നമുക്ക് ആക്റ്റീവ് ആയിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഉടനടി തന്നെ അതിനോട് സെൻസിറ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ എന്താ? റെസ്പോണ്ട് ചെയ്യണം. അത് കേട്ടിട്ട് മിണ്ടാതെ ഒതുങ്ങി കൂടി ഇരിക്കാൻ പാടില്ല. ക്ലിയർ ആയില്ലേ പോയിന്റ്? സ്റ്റാഫിന്റെ പ്രശ്നങ്ങള്, ഓർഗനൈസേഷന്റെ പ്രശ്നങ്ങള്, സ്റ്റാഫിന്റെ ആവശ്യങ്ങള്, ഓർഗനൈസേഷന്റെ ആവശ്യങ്ങള്, ഇതിനോടൊക്കെ എങ്ങനെയായിരിക്കണം? സെൻസിറ്റീവ് ആയിരിക്കണം, പ്രതികരിക്കണം. ക്ലിയർ ആയോ പോയിന്റ്സ്? ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. ഫോർസീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. കണ്ടോ, അതൊരു കാര്യമുണ്ട്. എന്തിനുള്ള കഴിവ് വേണം? മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനും ആസൂത്രണം ചെയ്യാനുമുള്ള കഴിവ് വേണം. ഇന്ന കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങൾ ഉണ്ടാകാം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഓരോന്നും ആ ഒരു പ്രശ്നം വന്നേക്കായ മുന്നേ അല്ലെങ്കിൽ അവിടത്തെ ഇത് വന്നേക്കായ മുന്നേ അതിനെ മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. ദീർഘവീക്ഷണം എന്നൊക്കെ നമ്മൾ പറയൂലേ, മുൻകൂട്ടി കാണാൻ. ഫോർസീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. Has the ability to produce new and creative ideas. കണ്ടോ, എന്തിനുള്ള കഴിവ് വേണം? പ്രൊഡ്യൂസ് ന്യൂ, പുതിയതും ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള എബിലിറ്റി വേണം. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനോ അങ്ങനെയുള്ളതിനൊക്കെ ഒരു കഴിവ് വേണം. Has the ability to provide new and creative ideas. ഇതും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനുള്ള ഒരു എബിലിറ്റി വേണം, കഴിവ് വേണം. അത് പ്രൊവൈഡ് ചെയ്യാനുള്ള, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. Has the capacity, നെക്സ്റ്റ് പോയിന്റ് ആണ്, has the capacity to coordinate. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക, ഓർഗനൈസ്, സംഘടിപ്പിക്കുക. ഇതൊക്കെ എപ്പോഴും നമ്മളൊക്കെ ഫെമിലിയർ ആണോ കേട്ടോ ഈ വേർഡ്സുകളൊക്കെ. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ്. റിസോഴ്സുകള് വിതരണം ചെയ്യാനും അത് സംഘടിപ്പിക്കാനും ഏകോപിപ്പിക്കാനുമുള്ള കപ്പാസിറ്റി വേണം. ഹോസ്പിറ്റലിലുള്ള റിസോഴ്സുകളില്ലേ, അതിനെ ഓർഗനൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യാനുസരണം ആ റിസോഴ്സുകൾ കൊടുക്കാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി വേണം. അടുത്ത് നോക്കിയേ, മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക്. കേട്ടോ, അടുത്തൊരു പോയിന്റ് ആട്ടോ. എങ്ങനെയായിരിക്കണം നമ്മള്? മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക്. വർക്കില് ഡെലിഗേറ്റ് ആവുക എന്ന് വെച്ചാൽ എന്താണ് വർക്കില് ഡെലിഗേറ്റ് ആവുക എന്ന് വെച്ചാ? നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ ഒരു ഇതില് ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഡെലിഗേറ്റ് ആണോ? എന്താ ആത്മാർത്ഥമായിട്ട് അല്ലേ നമ്മൾ ആ ഒരു ഇത് ചെയ്യണം. സിൻസിയർ. വെരി ഗുഡ്. സിൻസിയർ ആയിരിക്കണം. നമ്മൾ ആരെ പറ്റി ഇതിനകത്തോ ഞാനിപ്പോ ഉണ്ട് ചിലര് വേണമെങ്കിൽ ക്ലാസ്സിൽ കയറണ്ട, പേരൊക്കെ ഇവിടെ കാണണ്ട, ആള് ചിലപ്പോ വേറെ ഉള്ളിടത്തൊക്കെ ആയിരിക്കും. അതെന്താ പറയാ, നമ്മളൊരു ഡെലിഗേറ്റ് ആയിരിക്കണം നമ്മള്. ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹെയർ ടൈം. കണ്ടോ, അപ്പൊ അവർക്കൊരു ടൈമില്ലേ, അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തേക്കണം, അവർക്കുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം, അതില് നമ്മൾ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു പൊസിഷൻ കിട്ടി, എനിക്ക് ആ ഒരു ജോലി കിട്ടി, ഞാന് പകുതി സമയം ഞാൻ ഫ്രീ ആയിട്ട് മൊബൈൽ കണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? നമ്മൾ ആ ഒരു വർക്കിനോട് ഡെലിഗേറ്റ് ആണോ?
സിൻസിയർ ആയിരിക്കോ? അപ്പൊ എന്താ നമുക്ക് അവിടെ എത്ര ടൈമാ, എത്രയാണ് നമ്മുടെ ആ വർക്കിംഗ് ടൈം, ആ സമയത്ത് നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക. അങ്ങനെയുള്ള ഒരു കഴിവ് വേണം. അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈം ഇല്ലേ, അത് ഫലപ്രദമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് വേണം. നെക്സ്റ്റ് നോക്കിയേ, എബിലിറ്റി ടു പെർസ്യൂഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. പെർസ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മോട്ടിവേറ്റ് എന്നുള്ള മീനിങ് ആട്ടോ, പ്രേരിപ്പിക്കുക എന്നുള്ളൊരു മീനിങ്. എന്താണ്, എന്തിനുള്ള കഴിവ് വേണം? മോട്ടിവേറ്റ് ചെയ്യാൻ, ആളുകളെ വികസിപ്പിക്കാൻ, അവരെ പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. Then ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. വേണ്ടേ? ചിലരുണ്ടാവും വളരെ കുറച്ച് സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഇരുത്താൻ പറ്റുമോ? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം അല്ലെ? എങ്കിലല്ലേ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളെയും എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. അപ്പൊ അത്രയുമാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട, അവർക്ക് വേണ്ട കഴിവുകൾ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആ പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, പോയിന്റ്സ് ക്ലിയർ ആണോ? ഒരു കുഞ്ഞു സെക്ഷനും കൂടി ഉള്ളൂ, നമ്മുടെ ഈ ചാപ്റ്റർ തീരും. എല്ലാവരും നമുക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെയാണ് അല്ലെ? എല്ലാ പോയിന്റ്സും ഓക്കെയാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ നോക്കാട്ടാ, ഇങ്ങനെയുള്ള കഴിവുകൾ നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതിന് വേണം. നമുക്കിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക്, അത് എവിടെയാ നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലേക്കാണെങ്കിൽ നമുക്ക് അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് എടുത്ത് മറിച്ച് നോക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെ കഴിവുകൾ, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ബില്ലിംഗ് സ്പെഷ്യൽ, പേര് തന്നെ അറിയാം, എന്ത് തയ്യാറാക്കുക അവര്? ബില്ലുകൾ, കാര്യങ്ങൾ അല്ലെ? ബില്ലുകൾ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് അവരല്ലേ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓഫ് പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ബില്ലുകള്, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഇൻവോയ്സ്? ബില്ലും ഇൻവോയ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ? ബില്ല് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ, അധികം ഡീറ്റെയിൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി, ബില്ലിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ട്. ലിമിറ്റഡ് പ്രൊവൈഡ്. ബില്ല് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡീറ്റെയിൽസ് ആണല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഓരോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇൻവോയ്സ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബില്ല് പോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ഉണ്ട് അല്ലെ? അതായത് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ, ലിമിറ്റഡ് ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ ഉള്ളൂ. ബില്ലില് ഒരുപാട് അത്രയും അങ്ങോട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിച്ചു, അതിന്റെ ജസ്റ്റ് റേറ്റും അതിന്റെ ആ ടോട്ടലോ അങ്ങനെ എന്തെങ്കിലും. എന്നാൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇത് വരുന്നതാണ്. അതായത് എന്താ പറയാ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ്, തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ടായിരിക്കും. അതാണ് ഇൻവോയ്സ്. പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ യൂസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ. ഡീറ്റെയിൽ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിരിക്കും. അത്ര നോട്ട് ചെയ്താൽ മതി. അപ്പൊ അതിന്റെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് ആരാ, അല്ലെങ്കിൽ അതൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ലുക്കിംഗ് ഓവർ കോൺട്രാക്ട്സ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ് ആസ് റിക്വയർമെന്റ്സ്. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മുടെ ആ ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ, സാമ്പത്തിക വിവരങ്ങള് അത് പരിപാലിക്കുക. അതുപോലെ തന്നെ ലുക്കിംഗ് ഓവർ കോൺട്രാക്ട്, കരാറുകൾ നോക്കുക. അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ് ആസ് റിക്വയർഡ്, ഡേറ്റാബേസ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഡേറ്റാസ് ഒക്കെ ആവശ്യത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഇതെല്ലാം ആർക്കടെ അതിന്റെയൊക്കെ ഒരു സെന്റർ ആണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ആ കുഞ്ഞു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഹു പ്രിപ്പയർ ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. അത്രയൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അത് ഫുള്ള് വരിച്ചു വരെ നോക്കണ്ട. ആ ഫസ്റ്റ് സെന്റൻസ് കോമ വരെയുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വരും. The job also necessitates seeing to it that all the information is entered correctly and making financial report. ഇനി ആ ജോലിക്ക് എന്താവശ്യമാണ്? എന്താണ്? എല്ലാ ഇൻഫർമേഷനും എൻറ്റർ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം? കറക്റ്റ് ആയിട്ടായിരിക്കണം.
മിസ്റ്റേക്കുകൾ പാടുണ്ടോ? എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ട് ശരിയായിട്ട് നൽകിയിട്ടുണ്ടെന്നും അതുപോലെ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ട് മേക്ക് ചെയ്യുക, നിർമ്മിക്കുക, അല്ലെ, തയ്യാറാക്കുന്നതിനുമുള്ള ജോലിയാണ് അവർക്കടെ എന്താണ്, അല്ലെങ്കിൽ ആ ജോലിക്ക് ഈ കാര്യങ്ങൾ ആവശ്യമാണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ആ ജോബിന് എന്തൊക്കെ ആവശ്യമാണ്? നെസസിറ്റി സീൻ ടു ദാറ്റ് ഓൾ ദി ഇൻഫർമേഷൻ ഈസ് എൻറ്റേർഡ് കറക്റ്റ്ലി. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരെയില്ലേ, വലിയ കണക്ക് പെശകുകൾ വരാം, അല്ലേ? ഇതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? ഒരുപാട് 1-2 രൂപയുടെ കാര്യങ്ങളായിരിക്കില്ല അവിടെ വരുന്നത്, അല്ലെ? അത് വെച്ചാൽ എമൗണ്ട് കൂടുതലാണ്. അപ്പൊ നമുക്ക് വരുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വലിയൊരു എമൗണ്ടിന്റെ വല്ല ഇതൊക്കെ വ്യത്യാസം വരാം. അപ്പൊ അതിലേക്ക് നമ്മൾ കയറ്റുന്ന ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം, അല്ലെ? അതാണ് ഇൻഫർമേഷൻ ഈസ് എൻറ്റേർഡ് കറക്റ്റ്ലി. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇത് രണ്ടും ആ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലിക്ക് അത്യാവശ്യമാണ്, അല്ലെ, ജോലിയിൽ വരുന്നതാണ്. While the role is often overlooked owing to its back-end nature. എന്താ പറഞ്ഞേക്കണേ? അവർക്കുടെ back-end nature കാരണം. Okay, billing clerk provide a valuable support to clinician in that they support providers to get paid for services rendered. അവിടെ നോക്കിയേ, ഇവരെന്ന് പറഞ്ഞൊരു back-end nature ആണ്. ഡയറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് വർക്ക് ചെയ്യല്ല, ബാക്കിൽ നിൽക്കുകയാണ്. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് എ വാല്യുബിൾ സപ്പോർട്ട് ടു ക്ലിനിഷ്യൻ. ഡോക്ടേഴ്സിന് ക്ലിനിഷ്യന് ഒരു നല്ലൊരു വാല്യുബിൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്താ? ആഫ്റ്റർ സപ്പോർട്ട് പ്രൊവൈഡേഴ്സ് ടു ഗെറ്റ് പെയ്ഡ് ഫോർ സർവീസസ് റെൻഡേഡ്. അവര് നൽകുന്ന സേവനം, ആ ക്ലിനിഷ്യൻ നൽകുന്ന സർവീസ്, അതിന് ക്യാഷ് കൊടുക്കുന്നത്, അത് സെറ്റ് ചെയ്യുന്നത് ആരാ? ആ കാര്യങ്ങള് അവർക്കിടെ എത്ര ഇതുണ്ട്, സാലറി കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണത് ഇവരല്ലേ. അപ്പൊ അവര് കറക്റ്റ് സെറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു എമൗണ്ട് കിട്ടുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ബാക്കിൽ അവര് ശരിക്കും സപ്പോർട്ട് ചെയ്യാണ്. അവര് കൃത്യമായിട്ട് എൻട്രി ചെയ്തതിന് ബേസ് ചെയ്തിട്ടിരിക്കും അവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയണേ. അപ്പൊ അവര് ഡയറക്റ്റ് പൈസ കൊടുക്കുന്നതല്ല, പൈസ കിട്ടാനായിട്ട് സപ്പോർട്ട് ചെയ്യാണ്, അല്ലെ? അവർക്കുടെ സർവീസിനുള്ള പേയ്മെന്റ് അത് കിട്ടാനായിട്ട് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കറക്റ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്കുടെ എന്തെന്ന് പറയുന്നത് ബാക്ക് നേച്ചർ എന്ന് പറയുന്നത്. അല്ലാതെ ഡയറക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കല്ല ചെയ്യുന്നത്, അല്ലെ? ആ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യണം? അവരുടെ വാല്യുബിൾ സപ്പോർട്ട് വേണം, അല്ലെ? അവർക്കുടെ ഒരു സപ്പോർട്ട് വെച്ചാൽ അവര് കൊടുക്കുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെ? അങ്ങനെയല്ലേ വന്നതാ. അപ്പൊ അതാണ് ആ ഒരു ബാക്ക് നേച്ചർ എന്ന് പറയുന്നത്. അവര് ഫ്രണ്ടിൽ നിൽക്കുന്നില്ല, പക്ഷെ ബാക്കിൽ നിൽക്കുന്ന ഒരു വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? providers to get paid for services are rendered. അവര് നൽകുന്ന സർവീസ്, അല്ലെ, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കിട്ടുന്നതിന്. They are expected to understand the claim submission and reimbursement protocol for both the government and private insurers. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. They are expected to understand the claim submission. ക്ലൈംസുകൾ കാര്യങ്ങള്, അല്ലെ? പിന്നെ അതുപോലെ തന്നെ റീഎംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾ. റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവാട്ടോ. അതും നമ്മൾ ചെലവഴിച്ച പണത്തിനുള്ള ഒരു തിരിച്ചടവ് ആണ് റീഎംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ്? പ്രോട്ടോകോൾസ് ഫോർ ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഷുറൻസ്. ഗവൺമെന്റിന്, സ്വകാര്യ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്കും ഒക്കെ ഉള്ള ഒരു ക്ലൈം സബ്മിഷൻ ചെയ്യാൻ അതിന്റെ തിരിച്ചടവ് റീഎംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾസും ഒക്കെ അവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആ ഒരു ഇതിനകത്ത് നിൽക്കുമ്പോൾ ക്ലൈംസ് കാര്യങ്ങളെ കുറിച്ച്, അല്ലെ, അതിന്റെ തിരിച്ചടവിനെ കുറിച്ച് അങ്ങനെയുള്ള പ്രോട്ടോകോളുകളും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കണം. കണ്ടോ? ദേ ആർ എക്സ്പെക്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ്. അവരത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Then clerk also offer important insight into a hospital or clinic complaints, effort and responsibilities. Okay, ക്ലർക്കുകള് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കുകള് പരിപാലിക്കാനുള്ള എഫേർട്ടുകളായിട്ടും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചുള്ള ആ ഒരു ഉൾക്കാഴ്ചകള് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഓഫർ ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു.
പിന്നെ ക്ലർക്ക് ഓൾസോ, ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബില്ലിംഗ് ക്ലർക്ക്. ഒന്ന് എഴുതി വെച്ചോ അവിടെ. ആ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന ഇല്ലേ, അതിന്റെ അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതി വെച്ചോ. ബില്ലിംഗ് ക്ലർക്ക് എന്നും പറയാം അവിടെ കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബില്ലിംഗ് ക്ലർക്ക്. ഇവിടെ ക്ലർക്ക് എന്ന് പറഞ്ഞേക്കണ ആരാ? ബില്ലിംഗ് ക്ലർക്ക് ആട്ടോ. ബില്ലിംഗ് ക്ലർക്ക് also offer important insight. എന്തിനുള്ള ഉൾക്കാഴ്ച? into a hospital or client's complaints, effort and responsibilities. ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ക്ലിനിക്കുകള് പരിപാലിക്കാനുള്ള എഫേർട്ടുകള്, അതിന്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കാഴ്ച അവര് ഓഫർ ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്റർ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതോടുകൂടി നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഫങ്ഷൻസ് ആ പ്രധാനമായിട്ട് പറഞ്ഞല്ലേ. പോയിന്റ്സുകൾ ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് ഓപ്ഷനിൽ ഉണ്ടല്ലോ, നമുക്കത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്, ഈസ് ഓൾസോ നോൺ ആസ് ബില്ലിംഗ് ക്ലർക്ക്. എഴുതി വെച്ചില്ല എല്ലാവരും അവിടെ? ബില്ലിംഗ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ ക്ലർക്ക് എന്നുള്ളത് ബില്ലിംഗ് ക്ലർക്കാണ് ഉദ്ദേശിക്കുന്നത്, അത് ചോദിച്ചിട്ടുണ്ട്. ബിൽസുകള്, ഇൻവോയ്സുകള് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കേന്ദ്രമാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്, കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. ഇനി നമ്മൾ എടുക്കാൻ പോയ ഒരു വലിയൊരു ചാപ്റ്റർ ആട്ടോ. എന്ന് വെച്ചാൽ ഞാൻ അപ്പൊ എളുപ്പമുള്ളത് കുഞ്ഞു ചാപ്റ്റർ ആദ്യം എടുക്കാന്ന് വിചാരിച്ച ഒന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടെ കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ, ഇച്ചിരി ചാപ്റ്റർ ലെങ്തി ആണുള്ളൂ. നെക്സ്റ്റില് ചാപ്റ്റർ ഒന്ന് എടുത്തു കേട്ടോ. നോക്കി ഷെയർ ചെയ്തിരിക്കുന്ന നോക്കിയല്ലേ എന്ന് നോക്കിയത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ 3 ആണ്, തേർഡ് മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്റർ. അത്ര വലിയതായതുകൊണ്ടാട്ടോ ഞാൻ അത് അവിടെ വെച്ചത്. അതിന്റെ കുഞ്ഞു ചാപ്റ്ററുകൾ എടുക്കാന്ന് വിചാരിച്ചാൽ നിങ്ങൾ പറയൂലേ, അയ്യോ വലിയ ചാപ്റ്റർ ആണെങ്കിൽ പെട്ടെന്ന് തീരുണ്ടാവുക. കണ്ട നിങ്ങൾ നോക്കിയോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ 3 ആണ്, എളുപ്പമുള്ള ചാപ്റ്റർ. പക്ഷെ ഇത്തിരി ലെങ്തി ആണുള്ളൂ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കാണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാവരും എടുത്തോ? ടെക്സ്റ്റില് പേജ് നമ്പർ ഒക്കെ കിട്ടിയോ എല്ലാവർക്കും? ശരണ്യ, 1-2 പേര് എടുക്കേണ്ടോ? ഇനി ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? ടെക്സ്റ്റില് കാണാത്തുണ്ടോ ഈ ചാപ്റ്റർ? മൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്താ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാനവശേഷി, ഹ്യൂമൻ മനുഷ്യന് അല്ലെ, മനുഷ്യ വിഭവങ്ങള്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലല്ലേ പറയുന്നേ, അപ്പൊ ഈ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ, ജനറൽ ആയിട്ട് കൂടി പറയാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്കുടെ കഴിവുകള് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ആ ഒരു സ്ഥാപനത്തിന്റെ, ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് നേടുന്നതിനും സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കാം. അതായത് നമ്മളിപ്പോ ഇപ്പൊ എന്തെങ്കിലും കുറെ പൈസ ഉണ്ട്, ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ തീരുമാനിച്ചു. ഞാനൊരു വലിയൊരു ബിൽഡിംഗ് മാത്രം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നടക്കുവോ? ഒരു വലിയൊരു ബിൽഡിംഗ് ഞാൻ ഉണ്ടാക്കി വെച്ചു.
മതിയോ? ഇനി എന്ത് വേണം? നെക്സ്റ്റ് എന്ത് വേണം? എന്ത് വേണം അവിടെ ബാക്കി? അതിന്റെ ബാക്കിയായിട്ട് ആര് വേണം? ആളുകൾ വേണ്ടേ? അവിടെ ജോലി എടുക്കാനുള്ള ആളുകൾ വേണ്ടേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ വലിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കി എല്ലാ എക്യുപ്മെന്റ്സും കൊണ്ടുവന്നു, എല്ലാ സംഭവങ്ങളും ചെയ്തു. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാ? അത് നിന്ന് ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സ് വേണം, അല്ലേ? അതാ പറഞ്ഞേക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയ്ത് പറയുന്ന കേട്ടോ. നിങ്ങൾക്ക് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നതാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എംപ്ലോയീസ്, അവിടുത്തെ തൊഴിലാളികൾ, സ്റ്റാഫുകൾ, അല്ലെ? ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, അവരുടെ കഴിവുകള് മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അല്ലെ, അത് ആ പ്രയോജനപ്പെടുത്തുന്നതിനും ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ എന്താ? നല്ല സർവീസ് കൊടുക്കുക, പേഷ്യൻസിന് നല്ല ക്വാളിറ്റി, നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം, അല്ലേ? അപ്പൊ ആ കോഴ്സ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ സ്മാർട്ട് സിറ്റി ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു ലക്ഷ്യം എന്താ? നിങ്ങൾക്ക് എന്താണ്? പല പല കോഴ്സുകൾ തരിക, അല്ലെ? നിങ്ങൾ അതിനെ ആപ്റ്റാക്കുക, ജോലിയിലേക്ക് നിങ്ങളെ ആപ്റ്റാക്കാനായിട്ട് ഇവിടുന്ന് എന്താ പറയാ, നമുക്ക് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരിക, അല്ലെ? അതായത് ഓരോ സ്ഥാപനത്തിനും ഉണ്ടാവും അതിൻ്റെതായ ലക്ഷ്യങ്ങൾ, അല്ലെ? അപ്പൊ അതിന് എന്ത് വേണം? അവിടുത്തെ സ്റ്റാഫുകളെ, എംപ്ലോയീസിന്റെ കഴിവുകള് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് നേടുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ ആര് കൈകാര്യം ചെയ്യാം? ഹ്യൂമൻസ്, അല്ലെ? എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യുക, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ആ സ്റ്റാഫുകളെ, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യരെ, അല്ലെ, സ്റ്റാഫുകളെ, എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുക. അതായത് അവരെ നിയമിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് സാലറി കാര്യങ്ങൾ വരും, പ്രമോഷൻസ് വരും, മറ്റുള്ള ആനുകൂല്യങ്ങള് ഇതെല്ലാം കൊടുക്കണം, അല്ലെ? ഇതെല്ലാ കാര്യങ്ങളും ഏതിൽ വരുന്ന? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നതാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്താന്നുള്ളൊരു മീനിങ്? ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ, അല്ലേ, ഈ ഒരു നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനം നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം, അല്ലേ? നമുക്ക് ആ ഒരു ഇപ്പൊ ഇവിടെയാണെങ്കിലും ഞങ്ങൾ ഇവിടെ കയറുന്നതിന് അതിനു മുന്നേ ഒത്തിരി ഇന്റർവ്യൂസ് കാര്യങ്ങൾ നടത്തി, ക്ലാസ്സുകൾ കണ്ട് എല്ലാവരും ഓക്കെ ആയതിനു ശേഷമാണ് സെലക്ട് ചെയ്യുള്ളൂ. അല്ല നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് ഇവിടെ കിട്ടില്ല. എന്തുകൊണ്ടാ അങ്ങനെ? ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള എംപ്ലോയീസ് വേണം. അല്ലെങ്കിൽ കുറെ കാശ് കൊടുത്ത് ഇതുണ്ടാക്കിയിട്ടു നമ്മൾ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അല്ലെ ആ ഒരു ഓർഗനൈസേഷന് നല്ല ഒരു ഇത് കിട്ടണമെങ്കിൽ, ഒരു ഇൻകം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അത് സക്സസ് ആവണമെങ്കിൽ എന്ത് വേണം? ആരാ ഇമ്പോർട്ടൻസ്? ആരാണ്? എംപ്ലോയീസ് തന്നെയാണ്, അല്ലേ? അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ ആരായിരിക്കും? കുറെ ഫെസിലിറ്റികൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? അവിടെ അതിന് ആപ്റ്റായിട്ടുള്ള എംപ്ലോയീസ് വേണം. അപ്പൊ അവരെ കൈകാര്യം ചെയ്യുക, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ചാപ്റ്ററിലേക്ക് കടക്കാം. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു സക്സസ് ആവാൻ വേണ്ടിയിട്ട് അത് അവിടുത്തെ എംപ്ലോയീസിനെ, അല്ലെ, അവിടുത്തെ എംപ്ലോയീസിന്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, അതിനെ സഹായിക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാട്ടോ. ഇനി നമുക്കൊരു ചാപ്റ്റർ നോക്കാം. നോക്കിയേ, ഇൻ ഓർഡർ ടു അച്ചീവ് എ ഓർഗനൈസേഷണൽ ഗോൾസ്. എല്ലാ ഓർഗനൈസേഷനും ഒരു ഗോൾ ഉണ്ടാവും, ഇല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഗോൾ എന്താ പറഞ്ഞ നമ്മള്? ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്? ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് നല്ല സർവീസ് കൊടുക്കുക, നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുക, അതല്ലേ ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം. ഇപ്പൊ നിങ്ങളാണെങ്കിലും പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെ? ആ ഓരോ സ്ഥാപനവും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സ്മാർട്ട് സിറ്റി തന്നെ പറഞ്ഞു, അല്ലെ? നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരിക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങൾ നല്ല രീതിയിലേക്ക് മോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു ജോലിക്ക് ആപ്റ്റാക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ തരുന്നത്. അതായത് ഓരോ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? വിച്ച് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി മൾട്ടിപ്പിൾ എ വെൽ റൺ ഓർഗനൈസേഷൻ devises a set of rules, sometimes called policies, programs, rules, regulations, procedure or guidelines. Guidelines എന്ന് പറഞ്ഞാൽ എന്താ? മാർഗനിർദ്ദേശങ്ങള്. ഇപ്പൊ എന്താ ഒരു സെന്റൻസ് ആണ്, പക്ഷെ കാര്യം ചെറിയൊരു കാര്യം പറഞ്ഞേക്കണേ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കുന്നതിന് എന്ത് വേണം? ഒരു നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ത് ചെയ്യണം? ഒരു കൂട്ടം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു. അത് വേണ്ടേ? നമ്മൾ ഒരു തോന്നിയ രീതിയിൽ നമ്മൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സക്സസിൽ വരുമോ? ഏതൊരു സ്ഥാപനമാണെങ്കിലും എന്തുണ്ടാവും? അവിടുത്തെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അല്ലേ? ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും നമ്മൾ ക്ലാസ്സിന് മുന്നേ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ബൈ ചാൻസിൽ ആരെങ്കിലും അങ്ങോട്ട് ഇവിടെ ഒന്ന് മാറി കയറിയെങ്കിലുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ അവിടെ തന്നിട്ടില്ലേ? ഇല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കറക്റ്റ് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നാളത്തേക്ക് മോക്ക് ടെസ്റ്റുകള്, അല്ലെ, എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതൊക്കെ ഇവിടെ ഈ ഒരു നമ്മുടെ സ്ഥാപനത്തിന് അതിൻ്റെതായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ നേടുന്നതിന് അതെന്തിനു വേണ്ടിയാ? നമ്മൾ അല്ലെങ്കിൽ പറയും ഒരു ഇതുമില്ലാത്ത രീതിയിൽ ആഴകുഴഞ്ഞ രീതിയിൽ പറ്റുമോ? ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം അതിന്റെ ലക്ഷ്യം നല്ല രീതിയിൽ ലക്ഷ്യം നേടുന്നതിന് അല്ലെങ്കിൽ അത് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് എന്ത് വേണം? ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണ്ടേ? അതിനു വേണ്ടി അവര് ഒരു കൂട്ടം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു. മനസ്സിലായില്ലേ? ഒരു കൂട്ടം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു. ആ റൂൾസ് അനുസരിച്ച് എല്ലാവരും ചെയ്താൽ പക്തിയായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നിയോണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആവോ? ഇല്ല. അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ, അതിന്റെ ഗോൾസ് നേടണമെങ്കിൽ എന്ത് വേണം? ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം, ഒരു നിയമങ്ങൾ വേണം, ഒരു കൂട്ടം നിയമങ്ങൾ വേണം. അത് എന്തൊക്കെയാകാം? ചിലപ്പോ പോളിസികളാകാം, അല്ലെങ്കിൽ ചില പ്രോഗ്രാമുകളാകാം, അല്ലെങ്കിൽ റൂൾസ് നിയമങ്ങളാകാം, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ റെഗുലേഷൻസ് ആവാം, അല്ലെങ്കിൽ ചില പ്രൊസീജിയർ അവിടെ ഉള്ള ചില നടപടിക്രമങ്ങളാകാം, ഓർ ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങളാകാം. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൂട്ടം ഒരു സെറ്റ് ഓഫ് റൂൾസ്, ഒരു കൂട്ടം നിയമങ്ങള് ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാ അങ്ങനെ ഒരു കൂട്ടം നിയമങ്ങൾ കൊണ്ടുവന്നേക്കണം? എല്ലാവരെയും ബാധിക്കും, അല്ലെ? എല്ലാവരും അതനുസരിച്ച് ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ വന്നു, എനിക്ക് തോന്നിയോളം ഞാൻ ചെയ്തു. അടുത്ത മാം ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന വന്ദന മാം വന്നു, വന്ദന മിസ്സിന്റെ രീതിയിൽ ചെയ്തു. അല്ലെങ്കിൽ വൈറ മിസ് വന്നു, വൈറ മിസ്സിന്റെ രീതിയിൽ ചെയ്തു. അങ്ങനെ പറ്റുമോ? ഇവിടെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ആ കമ്പനി ചെയ്തു വെച്ചേക്കുന്നതാണ്, അല്ലെ? എന്തിനു വേണ്ടിയാ? ആ കമ്പനിയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ ഫസ്റ്റ് സെന്റൻസ്? ക്ലിയർ ആയി അല്ലേ? അത് ഡിവൈസസ് എന്നുള്ളൊരു മീനിങ് പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക, രൂപപ്പെടുത്തുക എന്നുള്ളതാട്ടോ. അതൊന്നും അണ്ടർലൈൻ ചെയ്യുക. ആ ഒരു കുഞ്ഞു സെന്റൻസ് മാത്രം. എ വെൽ റൺ ഓർഗനൈസേഷൻ, നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു ഡിവൈസസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക. എന്താ? എ സെറ്റ് ഓഫ് റൂൾസ്, ഒരു കൂട്ടം റൂൾസ്. ഓക്കെ, ഡിവൈസസ് സെറ്റ് ഓഫ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് എ ഓർഗനൈസേഷണൽ ഗോൾസ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത്രയും വരെയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ. എങ്ങനെ ചോദിക്കാന്ന് അറിയാൻ പറ്റില്ലോ. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം റൂൾസ് രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു. കിട്ടിയില്ലേ? നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, പാരഗ്രാഫ് ആട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്. 4 types of resources in an organization are. ഒരു ഓർഗനൈസേഷനിൽ 4 തരത്തിലുള്ള റിസോഴ്സുകൾ ഉണ്ട്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. 4 തരത്തിലുള്ള റിസോഴ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മിഷനറി ആൻഡ് മെൻ. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ്. അതാണ് 4 തരത്തിലുള്ള റിസോഴ്സുകൾ.
ഒരു സ്ഥാപനത്തിന് ഇത് വേണ്ടേ, പൈസ വേണ്ടേ, അത് പ്രവർത്തിക്കാൻ പൈസ വേണം, അതിന് വേണ്ട മെറ്റീരിയൽസ് വേണ്ടേ, മിഷനറീസ് വേണ്ടേ. മിഷനറീസിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് സ്ഥിരാസ്തി. സ്ഥിരാസ്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, മെറ്റീരിയൽസ് മാനേജ്മെന്റ് വാഹിദ മിസ്സിന്റെ ചാപ്റ്ററിൽ പഠിച്ചോ? ഫിക്സ്ഡ് അസറ്റ്സ്, സ്ഥിരാസ്തികള്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ. അതായത് എന്താ പറയാ, ഒരു വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ എപ്പോഴും വാങ്ങുന്നതല്ല, അത് സ്ഥിരമായിട്ടുള്ളതാണ് ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിനകത്തൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ സ്കാനിങ് മെഷീൻസ്, ഇതൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങണതല്ല, അതൊരു ഹോസ്പിറ്റലിന്റെ ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ് അല്ലെ, ഒരു സ്ഥിര നിക്ഷേപമാണ്. അതാണ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്, സ്ഥിര നിക്ഷേപം. മിഷനറീസ് എപ്പോഴും വാങ്ങില്ല നമ്മൾ അല്ലെ, എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അതൊന്ന് നന്നാക്കുള്ളൂ, അല്ലാതെ ഓരോ പ്രാവശ്യം വാങ്ങി മേടിക്കില്ല. അതൊക്കെ സ്ഥിര ആസ്തികളാണ്. മലയാളം കേട്ടോ, സ്ഥിര ആസ്തികൾ. ലോങ് ടൈം യൂസ് ചെയ്യാം, ശരിയാണ്, ലോങ് ടൈം യൂസ് ചെയ്യാം, സ്ഥിര ആസ്തികളാണ്. അത് ഇന്നും ഒരു ആസ്തിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ അങ്ങനെ ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ടാവില്ലേ, ഒരു മുതൽ മുടക്കായിട്ട് എപ്പോഴും നമുക്കുള്ളത് അല്ലേ. മെൻ, പിന്നെ ആരാകാം, മനുഷ്യരാകാം. അപ്പൊ അതാണ് ഒരു ഓർഗനൈസേഷനിലെ 4 തരത്തിലുള്ള റിസോഴ്സുകൾ. പഠിച്ചു വെച്ചേ ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മിഷനറി, മെൻ. എല്ലാ എമ്മി തുടങ്ങുകയാട്ടോ. ഇത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണതോ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതൊക്കെ ചോദിക്കാം. നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് 4 എണ്ണമാണ്, അത് കൃത്യമാക്കി വെക്കുക. മണി, മെറ്റീരിയൽ, മിഷനറി ആൻഡ് മെൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെന്റൻസ് നോക്കി, അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. ഓർഗനൈസേഷനിലുള്ള 4 തരത്തിലുള്ള റിസോഴ്സുകള്. മണി ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, മിഷനറീസ് ഉണ്ട് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. An organization cannot accomplish their objectives without human effort. കണ്ടോ? ഇനി നോക്കിയേ, an organization cannot accomplish ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആ ഒരു ഓർഗനൈസേഷന് അത് എന്താ പറയാ, നമുക്കത് നിറവേറ്റാൻ പറ്റൂല. എന്ത്? അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തുകൂടാതെ, വിത്തൗട്ട് ഹ്യൂമൻ എഫേർട്ട്, ഒരു ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ, മനുഷ്യ പ്രയത്നം ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റില്ല. കണ്ടോ? മനുഷ്യ പ്രയത്നം ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതുപോലെ ഒരു സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം മതിയോ? നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനുള്ളത് വേണ്ടേ? അവിടുത്തെ ഹ്യൂമൻ എഫേർട്ട് വേണ്ടേ? അല്ലെ? അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി, ആ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റൽ, നല്ല ഭംഗിയിലുള്ള ഹോസ്പിറ്റല്, എല്ലാ സാധനങ്ങളുള്ള ഹോസ്പിറ്റലിൽ മാത്രം പോരാ, അതിന് ഹ്യൂമൻ എഫേർട്ട് വേണം അല്ലെ, മനുഷ്യ പ്രയത്നം കൂടി വേണം അല്ലെ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. മാനേജിംഗ് ദ ഹ്യൂമൻ കമ്പോണന്റ് ഈസ് ആൻ പിവോറ്റൽ എന്ന് വെച്ചാൽ സുപ്രധാനമായ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക്, ഒരു നല്ലൊരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. ബിക്കോസ് എന്താ, ഓൾ എൽസ് ഡിപ്പെൻഡ് ഓൺ ഹൗ വെൽ ഇറ്റ് ഈസ് ഡൺ. കണ്ടോ? ഈ ഹ്യൂമൻ കമ്പോണന്റിനെ അല്ലെങ്കിൽ ആ ടാസ്കുകള് മാനേജ് ചെയ്യുക എന്നുള്ളത് അല്ലെ, ഒരു വലിയൊരു ടാസ്ക് ആണ്. ആളുകളെ കൈകാര്യം ചെയ്യും. ഒരു മെഷീനാണെങ്കിൽ നമുക്കത് പ്രവർത്തിക്കാൻ എളുപ്പമുണ്ട്, ഒരു സ്വിച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതായിക്കോളും. പക്ഷെ അതുപോലെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, ഹ്യൂമൻ കമ്പോണന്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര വലിയ എന്താ പറയാ, അത്ര ചെറിയൊരു കാര്യമാണോ? ആണോ? അതായത് ഹ്യൂമൻ കമ്പോണന്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാ? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക്, വളരെ പ്രധാനപ്പെട്ട ടാസ്ക് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാ? മറ്റെല്ലാം എന്താണ്? ഓൾ എൽസ്, എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? എങ്ങനെ ചെയ്യുക എന്നതിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റലില് നമ്മൾ എല്ലാ മെഷീനറിയും വെച്ചു, പക്ഷേ എന്താ പറയാ, അത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രല്ലേ നല്ല സർവീസ്, അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. നല്ല പുതിയ മെഷീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ, അത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാന്ന് കൂടി നമ്മൾ നോക്കണ്ടേ അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? അത് മറ്റെല്ലാ കാര്യങ്ങളും എന്താണ്, എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതെങ്ങനെ ആ മനുഷ്യരെ അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും.
As a result, അടുത്ത പാരഗ്രാഫ് നോക്കിയേ, the managers have a prime responsibility not only for the behavior and performance of other people but also their own department. കണ്ടോ, as a result അവിടുത്തെ മാനേജേഴ്സിന് എന്താണ് ഒരു പ്രധാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബിഹേവിയർ, മറ്റുള്ള ആളുകളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിന് മാത്രമല്ല എന്തിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്, ബട്ട് ഓൾസോ ഓഫ് ദെയർ ഓൺ ഡിപ്പാർട്ട്മെന്റ്. അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കണ്ടേ മാനേജേഴ്സിന്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹ്യൂമനിന് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞുണ്ട് എന്താ, അവർക്കുടെ ആ ബിഹേവിയറോ അല്ലെങ്കിൽ ആ എംപ്ലോയീസിന്റെ ഒക്കെ പെർഫോമൻസ് മാത്രമല്ല അതിന് നോക്കുക എന്നുള്ളത് മാത്രമുള്ള റെസ്പോൺസിബിലിറ്റി എന്തുകൂടി ഉണ്ട്, ബട്ട് ഓൾസോ ഓഫ് ദെയർ ഓൺ ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആ വകുപ്പിന്റെയും കൂടി കാര്യങ്ങൾ നോക്കണം. The greater the commitment of the members to the organizational goals, the greater is the degree of the effectiveness with which the organization works. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളുടെ ആ മെമ്പേഴ്സിന്റെ ആ ഒരു പ്രതിബദ്ധത കൂടുന്തോറും, ആ മെമ്പേഴ്സിന്റെ ആത്മാർത്ഥത കൂടുന്തോറും ഓർഗനൈസേഷന്റെ ആ ഫലപ്രാപ്തിയുടെ അളവും വർദ്ധിക്കുന്നു. ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയുടെ അളവും വർദ്ധിക്കുന്നു. എന്താ അവിടെ പറഞ്ഞേക്കണേ, അവിടുത്തെ മെമ്പേഴ്സ് നല്ല ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് എവിടെയാ കാണിക്കുന്നേ, ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കൂലേ, ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കൂലേ ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ നിങ്ങളുമായിട്ട് അധികം ഇത് ചെയ്യുന്നില്ല എങ്കിലും എങ്ങനെയാ നിങ്ങൾ വിലയിരുത്തുന്നത്? ഇപ്പൊ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാ വിലയിരുത്തുന്നത്? നമ്മൾ എന്താ പറയാ, നല്ല ക്ലാസ്സുകളാണെങ്കിലല്ലേ നിങ്ങളും ഇത് മറ്റിങ്ങനെ ഒരു ഇത് വരുമ്പോൾ നിങ്ങളും മറ്റുള്ളവരോ അന്വേഷിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിലുള്ളവരോ ആരോടെങ്കിലും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടാവും എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അവര് പറയും നല്ല ക്ലാസ് ആണ്, ഓക്കെ ആണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ പലരും ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നേ അല്ലെ, ക്ലാസ്സുകൾ ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ഒരു എഫക്റ്റീവ്നെസ് കാണിക്കുന്നത് എന്താണ്, ആ കമ്മിറ്റ്മെന്റ് ഓഫ് ദ മെമ്പേഴ്സ്. ആ മെമ്പേഴ്സ് ഇവിടുത്തെ എംപ്ലോയീസിന്റെ എന്താണ് ഒരു പ്രതിബദ്ധത, അതായത് എംപ്ലോയീസിന്റെ പ്രതിബദ്ധത കൂടുന്തോറും എന്ത് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷന്റെ ഫലപ്രാപ്തിയുടെ അളവും വർദ്ധിക്കുന്നു. ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങള് 3 പാരഗ്രാഫാണ് നമ്മൾ നോക്കിയത്. ഇതിങ്ങനെ എന്താ പറയാ വലിയൊരു ചാപ്റ്റർ ആണ്, കുറെ എടുക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരി സെന്റൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്തിടാം, അതും കൂടി പ്രത്യേകം ഒന്ന് പഠിക്കുക. ബാക്കിയിട്ട് നിങ്ങളൊന്ന് വായിച്ചും വെക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് അറിയില്ല. ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ഇത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ, വലിയൊരു ചാപ്റ്റർ തന്നെയല്ലേ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, വായിക്കണം. ഇമ്പോർട്ടന്റുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്തും പോകാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്ര എടുത്തതില്? അധികം നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ്സുകൾ നീങ്ങണ്ടേ, ഈ ടൈമിനുള്ളിൽ നമുക്ക് പോർഷൻസ് തീർക്കണമല്ലോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷെ മെസ്സേജ് ഒന്നും കാണാത്തപ്പോ ഞാൻ വിചാരിക്കും ഓക്കെ ആണെന്ന് കേട്ടോ. ഓക്കെ ആയതുകൊണ്ടാണല്ലോ അല്ലെ മെസ്സേജ് ഒന്നും ഇടാത്തെ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മെസ്സേജിന്റെ ആവശ്യമില്ലല്ലോ, ക്ലിയർ ആവുന്നത് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യും. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.